ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ എക്സാം ഡേ ആണ് ഗൈസ്. ഒരു കൊല്ലത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു അധ്യായം ഇവിടെ പരീക്ഷയോടുകൂടി ക്ലോസ് ചെയ്യാണ് ഗൈസ്. രാവിലെ തന്നെ 4:45 മെമൂല് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ ഒരാളില്ല ദൈവേ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നു. ഞാൻ നേരത്തെ ആയിരുന്നു അവിടെ എത്തിയതേ. എന്നിട്ട് പിന്നെ ട്രെയിനിൽ കയറി നമ്മുടെ മെയിൻ പരിപാടി ഉറക്കമാണല്ലോ. അങ്ങനെ കിടന്നുറങ്ങി ഗായ്സ്. അങ്ങനെ എത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അക്ഷയൊക്കെ വന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ എനിക്കും അവനും മാത്രമേ എക്സാം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോ എടുക്കാനും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മിസ്സ് വന്ന് മിസ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പരീക്ഷ ആൾ കയറി. പരീക്ഷയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ 78 മാർക്കോട് കൂടി ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പാസ്സായി ഗൈസ്. ഞങ്ങൾ അവിടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഹരിയും ഒക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുറേ ഫോട്ടോഷൂട്ടുകൾ ഉണ്ടായി ഗൈസ്. കുറേ നേരം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ അവർ പറഞ്ഞു നീ ജോലി കിട്ടിയിട്ട് ഒന്നും വാങ്ങിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഞ്ഞി വാങ്ങിച്ചു കൊടുത്തു ഗൈസ്. ഞാൻ കഞ്ഞി കുടിച്ചില്ല, അവർ രണ്ടാളും കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ മെട്രോ കയറി വൈറ്റിലയിലെത്തി. അവിടെ നിന്ന് നേരെ ഇരിങ്ങാലക്കുടയ്ക്ക് ബസ് കയറി. നീണ്ട യാത്രയ്ക്ക് ശേഷം ഇരിങ്ങാലക്കുട എത്തി. അങ്ങനെ അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായക്കടയിൽ കയറി. ഞങ്ങൾ അങ്ങനെ വടാപ്പ ഓർഡർ ചെയ്തു, മുട്ട ബജ്ജി ഓർഡർ ചെയ്തു. ഞാനത് രണ്ടും കഴിച്ചിട്ട് കഴിച്ചു, കാരണം ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ അവൻ ബസ് സ്റ്റാൻഡിലാക്കി തന്ന് അങ്ങനെ ഒരു ദിവസം മുഴുവൻ വീട്ടിലെത്തിയപ്പോഴേക്കും 5:30-6 മണിയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഗൈസ്.